Watch full episodes on Jio Hotstar. എനിക്കിപ്പോ സീസിനെസിന്റെ ഫീലിംഗ് ഉണ്ട്. രുദ്ര, അത് കണ്ട ഡോൾഫിൻസ്, അത് കാണാൻ എത്ര മനോഹരമാല്ലേ. കുട്ടികളെ, ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ ഹോണറായ ദിവസമാണ്. കാരണം ഇന്ന് നമ്മളോടൊപ്പം സർ മജസ്റ്റിക്കോ വന്നിട്ടുണ്ട്. അദ്ദേഹം നിങ്ങൾ എല്ലാവരെയും ഡയമണ്ട് ഓഫ് മാജിക്കൽ പവർ കാണിക്കാൻ വന്നിരിക്കുക. നിശബ്ദരാവൂ കുട്ടികളെ, നിശബ്ദരാവൂ. സർ മജസ്റ്റിക്കോയെ നമുക്ക് സ്വാഗതം ചെയ്യാം. My dear students, it's always nice meeting to you all. ഇതാണ് ആ മാജിക്കൽ ഡയമണ്ട്. ഇതിനകത്ത് അത്രമാത്രം പവേഴ്സ് ഉണ്ട്. മനുഷ്യൻ മാത്രമല്ല, ഒരുപക്ഷെ ഇതിൽ മൃഗമേതെങ്കിലും കണ്ടാൽ പോലും അപ്പോൾ ഇതിന്റെ മാജിക് പവേഴ്സ് സ്വയം അത് അവരുടെ അകത്തേക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ്. വാവ്, ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. മാഡം കാനുങ്കോ, ഞാൻ ഈ ഡയമണ്ട് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. രാവിലെ വന്ന് ഞാനത് തിരിച്ചു വാങ്ങിച്ചോളാം. ബൈ കിഡ്സ്, നമുക്ക് പിന്നെ കാണാം. സർ മജസ്റ്റിക്കോ അപ്പൊ ഇവിടുന്ന് പോയി. അയാൾക്ക് ഒന്നും അറിയില്ലല്ലോ. ഞാനാണ് അയാളെ ഫോൺ ചെയ്ത് അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടത്. ഇനി ആ ഡയമണ്ട് എങ്ങനെയെങ്കിലും ഞാൻ സ്വന്തമാക്കിയിരിക്കും. അത് എന്റേതാ. പക്ഷേ അതിനു മുൻപ് ആദ്യം കുറച്ച് മൃഗങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. യെസ്. പക്ഷെ നമ്മളിപ്പോ കടലിലാണല്ലോ. അപ്പൊ പിന്നെ ചേട്ടനെയൊക്കെ വിളിച്ചേക്കാം. താങ്ക് യു രുദ്ര, നീ ഞങ്ങൾ എല്ലാവരെയും രക്ഷിച്ചു. അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. കാരണം ഞാനിവിടെ ഉണ്ടല്ലോ. മാജിക്കൽ ഡയമണ്ട് ആ തിമിംഗലത്തിന്റെ വായ്ക്കകത്ത് പോയിരിക്കാം. ഇനി ഞാൻ സാർ മജസ്റ്റിക്കോ ചോദിച്ചാൽ എന്ത് മറുപടി പറയും? രുദ്ര, എന്തെങ്കിലും ചെയ്യൂ. അതെ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. നിങ്ങൾ ആദ്യം പിള്ളേരെ നോക്ക്. നമ്മളിപ്പോ തിമിംഗലത്തിനെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ?
സിബായിസ്ക രുദ്ര, നീ എന്തായി ചെയ്യുന്നേ? ഞാൻ ആ തിമിംഗലത്തിനെ സ്കാൻ ചെയ്യുവാണ്. അതിന് വയറ്റിലല്ലേ ഡയമണ്ട് ഉള്ളത്. ഓ, ഈ രുദ്ര എന്റെ എല്ലാ പ്ലാനും നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലോ. മാപ്പ് അനുസരിച്ച് ഡയമണ്ട് വിഴുങ്ങിയ തിമിംഗലം നമ്മുടെ അടുത്തോടെ വരുന്നത്. ഇനി ബേർഡ്സ് ഓഫ് ദ സീയെ വിളിച്ചു വരുത്താനുള്ള സമയമായിരിക്കുന്നു. യെസ്. രുദ്ര, രുദ്ര, ആ ഡയമണ്ടിന്റെ പേച്ച് തട്ടിപ്പറിച്ചോണ്ട് പോവുകയാണ്. പിടിച്ചു നിർത്ത്, തടുത്ത് നിർത്ത്. ഞാൻ വളരെ ശക്തിമാനായി കഴിഞ്ഞു. ഈ ഡയമണ്ട് എന്നെ മാറ്റി മറിച്ചിരിക്കുകയാണ്. ഞാനിപ്പോ വളരെ നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. I can walk, I can talk. I am going to give you a shock. Come on, join the group, fellow bats, and follow the leader. Leader. ഈ ശകാൽ ഇവിടെ എന്താ ചെയ്യുന്നത്? വരൂ, ഒളിച്ചിരുന്ന് കാണാം. എനിക്ക് തോന്നുന്നത് ആ ഡയമണ്ടിന്റെ ശക്തി കാരണം ഈ ബാറ്റുകൾക്ക് മാജിക്കൽ പവർ കിട്ടിയെന്നാണ്. അയ്യോ എന്റെ ദൈവമേ, ഇതിപ്പോ ആകെ പുലിവാലിൽ കയറി പിടിച്ച കഥയാണല്ലോ. എന്താ ഇപ്പൊ ചെയ്യുക? ആദ്യമായിട്ട് മത്സ്യങ്ങളും നമ്മൾ തേടി വന്നിരിക്കുകയാണ്. ഇതുപോലെ ഇനിയും വന്നുകൊണ്ടിരിക്കും. Let's have party, friends. Hello everyone, I am Shakal. Hello everyone. ഞാൻ ഷാക്കാൽ. Hello, Shakal. I can walk, I can talk. I will give you shock. ഷോക്ക് നീ നേരത്തെ എനിക്ക് തന്നതാണല്ലോ. വളരെ വ്യത്യസ്തമായ ശക്തി എനിക്ക് കിട്ടിയിരിക്കുകയാണ്. എന്തുമാത്രം പവേഴ്സ് എനിക്ക് ഉള്ളതെന്ന് അറിയാവോ? ഞാൻ സാധനം ഉണ്ടാക്കാൻ പറ്റും, ഞാൻ സാധനം ഇല്ലാണ്ടാക്കാൻ പറ്റും. എന്തുമാത്രം മാജിക്കൽ ഫീൽ പവേഴ്സ് ആണ് എന്റെ ഉള്ളിലുള്ളതെന്ന് അറിയാവോ? ഐ ക്യാൻ ടോക്ക് ആൻഡ് ഐ ക്യാൻ ഗിവ് യു ഷോക്ക്.
മാജിക് ഫീൽ ഉണ്ടല്ലേ? അത് നിനക്ക് കിട്ടിയതേ ഞാൻ കാരണമാണ് നിനക്ക് കിട്ടിയത്. ഈ ഡയമണ്ട് എന്റേതാണ്. നീ അതെനിക്ക് തിരിച്ചു തന്നേക്കേ. ഇതൊക്കെ വെച്ച് നീ എന്ത് ചെയ്യാനാണ്? യോ 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 ഓ ഓടാ കള്ള. I can walk, I can talk. I will give you a shock. അല്ല ഇതെന്താ? എന്റെ പൂച്ച എന്നെ തന്നെ ആക്രമിക്കുന്നോ? Bat ആണ് bat. അയ്യോ എന്തായി കാണിക്കുന്നേ? നിന്റെ ഡ്രസ് ശരിക്കും അടിപൊളിയാണ്. ഞാൻ മാന്ത്രികൻ, മായാജാലക്കാരൻ. എന്നെ കണ്ടാൽ പേടിക്കണം. ഞാനാണ് ഷാക്കാൽ. അത് ഞാൻ കാരണമാണ് നിനക്കെല്ലാം കിട്ടിയത്. അതിനിതാണോ പ്രതിഫലം? I am a bad magician. ഞാൻ മാജിക്, ഞാൻ മായാജാലം. നീ ഇപ്പൊ എന്റെ തടവുകാരനാണ് മിസ്റ്റർ ഷകാൽ. നീ തലകീഴായിട്ട് തൂങ്ങിക്കിടക്ക്. എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. എന്നെ വെറുതെ വിടണേ. എന്നെ വെറുതെ വിട്. ആരെങ്കിലും രക്ഷിക്ക്. എന്റെ കോടലിപ്പോ വായിക്കൂടി ഇറങ്ങി വരും. എന്നെ ആരെങ്കിലും അത് രക്ഷിക്ക്. നടക്കില്ല. ഹലോ മിസ്റ്റർ ബാറ്റ്, ഞാനാണ് രുദ്ര. ഇതാണ് എന്റെ ഫ്രണ്ട്സ് മൈറ പിന്നെ വരുൺ. നിങ്ങളുടെ കഴുത്തിലുള്ള ഡയമണ്ട് ഉണ്ടല്ലോ, അത് സർ മജസ്റ്റിക്കോയുടെ സാധനമാണ്. പിന്നെ ഞങ്ങളത് തിരിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുവാണ്. ഹലോ രുദ്ര. ആദ്യത്തെ കാര്യം, ഐ എം നോട്ട് ഓൺലി ബാഡ്, കോൾ മീ ബാഡ് മജീഷ്യൻ. രണ്ടാമത്തെ കാര്യം, ഈ ഡയമണ്ട് ഒരിക്കലും നിനക്ക് തിരിച്ചു കിട്ടില്ല. കാരണം ഐ ക്യാൻ വാക്ക്, ഐ ക്യാൻ ടോക്ക്, ഐ വിൽ ഗിവ് യു എ ഷോക്ക്. ആ ഷാക്കാലിനെ ഇവിടുന്ന് കൊണ്ടുപോക്കോ. അത് നിങ്ങൾ എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ? രുദ്ര രക്ഷിക്ക്. അവൻ പോകുവാണ്, വരൂ. രക്ഷിക്കണേ രുദ്ര. അതാണ് ബാറ്റ്സിന്റെ കേവ്, വരൂ. ഹലോ രുദ്ര. രുദ്ര, ഒരു വവ്വാൽ എത്ര തന്നെ സ്ട്രൈറ്റ് ആയിട്ട് നടക്കാൻ പഠിച്ചാലും അത് തലകീഴായി തൂങ്ങിക്കിടക്കുന്ന ഒരിക്കലും മറക്കില്ല. കൊള്ളാം, ഞാൻ ഒരു പുതിയ മൊഴിയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഒരു വവ്വാൽ എത്ര തന്നെ സ്ട്രൈറ്റ് ആയിട്ട് നടക്കാൻ പഠിച്ചാലും അത് തലകീഴായിട്ട് തൂങ്ങിക്കിടക്കുന്ന ഒരിക്കലും മറക്കില്ല. നീ ഇവിടെ വന്ന് വളരെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് രുദ്ര. ഓ കണ്ടോ, നീ ഇപ്പൊ എന്റെ തടവിലായി കഴിഞ്ഞു. കൊച്ചു ചെക്കനായത് കാരണം ഞാൻ നിന്നെ വിട്ടേക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഡയമണ്ട് ഒരിക്കലും നീ ഇനി തിരിച്ചു ചോദിക്കാൻ പാടില്ല. രുദ്രാന്റെ പ്രായത്തിനെയും രുദ്രാന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യേ. ഫേസ് ടു ഫേസ്, മാൻ ടു മാൻ. രുദ്ര, ഈ രുദ്ര എന്നെ രക്ഷിക്ക്. രുദ്ര രക്ഷിക്ക്. ഞാൻ സർ മജിസ്റ്റിക്കോന്റെ ഡയമണ്ട് ഇവന്റെ ഇത് എടുത്തോണ്ട് പോകാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇവൻ എന്നെ പിടിച്ച് കെട്ടിയിട്ടു. ഞാൻ ഒരുപാട് മാതൃശക്തി ഉപയോഗിച്ച് എതിർത്തൊക്കെ നോക്കി. പക്ഷെ ഇവൻ എന്നെ ചതിയിലൂടെയാണ് കീഴ്പ്പെടുത്തി കളഞ്ഞത്. ഞാൻ തോറ്റുപോയി. എന്നെ രക്ഷിക്കേ. നീ നല്ലപോലെ കള്ളമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിനക്ക് ഒരു കാര്യം അറിയില്ലെന്ന് തോന്നുന്നു. കള്ളം പറഞ്ഞാൽ വവ്വാല് കടിക്കും. അല്ല, ഇത് പഴമൊഴിയല്ല, ഇതൊരു പുതിയ മൊഴിയാണ്. കടിക്കടാ, എല്ലാരും ചേർന്ന് ഇവരെ അങ്ങോട്ട് കടിക്ക്. കടിക്കടാ, എല്ലാരും ചേർന്ന് ഇവരെ കടിക്ക്. അയ്യോ കടിക്കല്ലേ പപ്പേ. അയ്യോ കടിക്കല്ലേ. എന്നെ കടിക്കല്ലേ. അയ്യോ രുദ്ര രക്ഷിക്ക്. അയ്യോ 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 കടിക്കല്ലേ. ബാഡ് മജീഷ്യൻ ഞങ്ങൾക്കറിയാം, അവൻ കള്ളം പറയുവാണ്. ഇതെല്ലാം അവൻ ചെയ്ത കാര്യങ്ങളാണ്. അവനെ വെറുതെ വിട്ടേക്ക്. പിന്നെ മിണ്ടാതെ ഡയമണ്ട് തിരിച്ചു തന്നേക്ക്.
അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യൂടാ? നിനക്ക് എന്നെ കുറിച്ച് അറിയില്ല. ഞാനിപ്പോ നോർമൽ ബാറ്റ് ഒന്നുമല്ല. ഐ ക്യാൻ വോക്ക്, ഐ ക്യാൻ ടോക്ക്. ആദ്യം നീ കേജിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് കാണിക്കുന്ന നോക്കട്ടെ. എന്തിനാടാ പുറത്തു നിന്ന് കെക്കൻ ചിരിക്കുന്നത്? ഇതൊക്കെ ചങ്കുറപ്പുണ്ടെങ്കിൽ അകത്തേക്ക് വന്ന് എന്നോട് മത്സരിക്ക. എന്നിട്ട് നിന്റെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്ക നീ എത്ര വലിയ മജീഷ്യൻ ആണെന്ന്. അതെ അതെ, ധൈര്യമുണ്ടെങ്കിൽ അകത്തേക്ക് വാ. ധൈര്യം ഉണ്ടെങ്കിൽ ആദ്യം ചെക്കനോട് ഫൈറ്റ് ചെയ്യേ. ധൈര്യം ഉണ്ടെങ്കിൽ നീ കേജിനകത്തോട്ട് വാ. ലെറ്റ്സ് ഫൈറ്റ്. ഇതാണോ കാര്യം? എന്നാ ഇപ്പൊ തന്നെ ഞാൻ അകത്തോട്ട് വന്നേക്കാ. ഇപ്പൊ നീ എസ്കേപ്പ് ആയി കാണിക്കേ. ഞാൻ നിന്റെ തൊട്ടു മുമ്പിൽ തന്നെ നിൽപ്പുണ്ട്. രുദ്രാന്റെ പ്രായത്തിനെയും രുദ്രാന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഒരിക്കലും സംശയിക്കില്ല, ഒരിക്കലും സംശയിക്കില്ല, ഒരിക്കലും സംശയിക്കത്തേയില്ല. കമോൺ ഫൈറ്റ്. ഓ അങ്ങനെ മൾട്ടിപ്പിൾ ഇമേജസ്. എങ്കിലേ ഇപ്പൊ കാണിച്ചു തരാം ശരിക്കുള്ള രുദ്ര ആരാന്ന്. ഇപ്പൊ കാണിച്ചു തരാം. ഇതിനെ തോൽപ്പിക്കാനായിട്ട് എനിക്ക് തലച്ചോറ് ഉപയോഗിച്ചേ പറ്റൂ. മാജിക്കും കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഫോക്കസ് ആൻഡ് ബിലീവ്. ഫോക്കസ് ആൻഡ് ബിലീവ്. ഫോക്കസ് ആൻഡ് ബിലീവ്. നീ എന്തായി ചെയ്യുന്നത്? കണ്ണു തുറന്നു നോക്ക്, കണ്ണു തുറന്നു നോക്ക്. ബാറ്റിന്റെ വീക്ക്നെസ് എന്താണ്? ബാറ്റിന്റെ വീക്ക്നെസ് എന്താണ്? മതിയാക്ക്, മതിയാക്ക്. എന്തായി കാണിക്കുന്നത്? ആദ്യം ഞങ്ങളെ വീട്ടിലോട്ട് അയക്ക്. എല്ലാരും എടുത്ത് പൊക്കോ, വേഗം എടുത്ത് പൊക്കോ, വേഗം ഓടിക്കോ, 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 നിൽക്കല്ലേ. ഡയമണ്ട് തന്നിട്ട് പോ. ഇന്നെ പിടിച്ചോ, ഇന്നെ പിടിച്ചോ. ഒന്നവിടെ നിന്നേ. ഇതിനകത്തൊന്ന് മാജിക്കൽ പവേഴ്സ് എടുത്തില്ലേ, അതും തന്നിട്ട് പോ. അതങ്ങ് വിട്ടേക്ക്. അതില് വേറെ ഒരുപാട് പവേഴ്സ് ഉണ്ടാവൂലോ. അത് നീ അങ്ങ് എടുത്തോ. നീയോ ഹാപ്പി, ഞാനോ ഹാപ്പി. വിൻ വിൻ സിറ്റുവേഷൻ ഫോർ എവറിബഡി. നീ മോഷ്ടിച്ചെടുത്ത ഏതൊരു സാധനത്തിനും അതിൽ ഒരു അവകാശവും നിനക്കില്ല. ഞങ്ങളുടെ അവസാനത്തെ ഒരു ജോലിയും കൂടെ ചെയ്തിട്ട് പോ. അകത്തിട്ട് പോ. അത് എന്നെ ഒന്ന് താഴേക്ക് ഇറക്കി വിട്. എന്നെ വിട്ടിട്ട് എല്ലാരും അവിടെ പോവാ. അയ്യോ രക്ഷിക്ക്, രക്ഷിക്ക്. സോറി, സോറി, സോറി. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. നിങ്ങക്ക് നല്ലപോലെ അറിയാവുന്നതല്ലേ ഞാൻ അങ്ങനത്തെ ഒരാളല്ല എന്ന്. ഞാൻ വളരെ നല്ലവനാണ്, കൊച്ചുകുട്ടിയെ പോലെയാണ്. ആരെ പറ്റിക്കുന്നവനല്ല, നിഷ്കളങ്കനാണ് ഞാൻ. സോറി പറയുക.
രുദ്ര രുദ്ര, ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ആ ബാറ്റ് ഡയമണ്ട് എടുത്തിട്ട് പോകുന്നത് കണ്ടപ്പോ തന്നെ ഞാൻ അവരെ പിടിക്കാനായിട്ട് വന്നതാണ്. ആ വേണമെങ്കിൽ നീ ആരോടെങ്കിലും ചോദിച്ചു നോക്കിയോ? എന്നെ താഴെ ഇറക്ക പ്ലീസ്. ഇപ്പൊ ധൈര്യമായിട്ട് ഫൈറ്റ് ചെയ്യേ. അവസാനം ബാറ്റ് നിന്റെ പ്ലാൻ ഫ്ലോപ്പ് ആക്കിയല്ലേ? അതെ, അതാണ് സത്യം, അതാണ് സത്യം, സത്യം സത്യം. നാരങ്ങ മുട്ടായിയാണേ സത്യം. ഷക്കാൽ, ബാഡ് മജീഷ്യൻ എന്താ പറഞ്ഞെന്ന് നീ മറന്നുപോയെന്നാ തോന്നുന്നേ. കള്ളം പറഞ്ഞ വവ്വാല നിന്നെ കടിക്കും. അയ്യോ വേണ്ട വേണ്ട, കടിക്കില്ലേ, വേണ്ട വേണ്ട വേണ്ട, അയ്യോ കടിക്കില്ലേ 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 കടിക്കില്ലേ, അയ്യോ ഞാൻ പറഞ്ഞതൊക്കെ കള്ളമാണ് കള്ളമാണ്. ദയവേദി എന്നാ വിട്ടേക്ക്. പഴഞ്ചൊല്ലി പറയുന്നത് ഇങ്ങനെയല്ലല്ലോ. പഴഞ്ചൊല്ലി പറയുന്നത് കള്ളം പറഞ്ഞാൽ കാക്ക കൊത്തു വന്നല്ലേ. രക്ഷിക്ക്. ഞാൻ മാജിക് മായാജാലക്കാരൻ. എന്നെ കണ്ടാൽ പേടിക്കണം. ഞാനാണ് ഷാക്കാൽ. ഓ എന്റെ കുട്ടിപ്പട്ടാളമേ, എന്റെ അടുത്തേക്ക് പറന്നു വാ. നിങ്ങളെ ഞാനൊരു പുതിയ ഐലൻഡിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. വരൂ വരൂ, വേഗം വരൂ, നമുക്ക് പുറത്തേക്ക് പോകാം. മിന്നാമിനുങ്ങൾ പറക്കുന്നത് കണ്ടില്ലേ? നല്ല രസമുണ്ടല്ലേ? അടിപൊളി. ഇത്രയും മിന്നാമിന്നിങ്ങൾ എവിടുന്നാ വന്നത്? രുദ്ര, അങ്ങോട്ട് നോക്ക്. നമ്മുടെ സ്കൂൾ എന്ത് മനോഹരമായിരിക്കുന്നത്. ആ വരൂ കുട്ടികളെ, മിന്നാമിനിങ്ങളെ കണ്ടതൊക്കെ മതി. നാളെ എല്ലാവർക്കും പിക്നിക്കിന് പോകേണ്ടതല്ലേ. എല്ലാവരും വേഗം പോയി കിടന്നുറങ്ങ്. ചെല്ലു കുട്ടികളെ, വേഗം ചെന്നുറങ്ങ്. ചെല്ല് ചെല്ല്. ശരി മാം, ദാ പോകാം. പെട്ടെന്ന് എങ്ങനെ ഇത്രയും മിന്നാമിനിങ്ങൊക്കെ വന്നേ? ഇതിനെക്കുറിച്ച് എങ്ങനെയെങ്കിലും ഞാൻ മനസ്സിലാക്കണം. ഞാൻ മാജിക് മായാജാലക്കാരൻ. എന്നെ കണ്ടാൽ പേടിക്കണം. ഞാനാണ് ഷാക്കാൽ. ഇന്ന് നിങ്ങൾ എല്ലാവരും സന്തോഷിക്കൂ കുട്ടികളെ, സന്തോഷിക്കൂ സന്തോഷിക്കൂ. കാരണം നാളെ മുതൽ എല്ലാവരും തളർന്ന് അവശരാകും, ഒരുപാട് വിഷമിക്കും. ഇത് രണ്ടും നിങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കും. ഒരുപാട് വിഷമിക്കുമെന്നോ? നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇത് മിന്നാമിനിങ് ഐലൻഡിലെ മിന്നാമിനിങ്ങുകളാണ്. ഞാൻ എന്റെ മാജിക് പവർ യൂസ് ചെയ്ത് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവർ പകൽ മുഴുവൻ കിടന്നുറങ്ങും. അപ്പോൾ ഇവരുടെ ശ്വാസത്തിൽ നിന്നും ഒരു ഗ്യാസ് പുറപ്പെടുവിക്കും. അതേൽക്കുമ്പോൾ അടുത്തുള്ള ആരായാലും ഉറങ്ങിപ്പോകും. അതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? പകൽ സമയത്ത് ഇവർ എല്ലാവരും കിടന്നുറങ്ങുമ്പോ അപ്പോ ഞാൻ ഈ സ്കൂളിലെ സകല മാജിക് ബുക്കുകളും അതുപോലെ സിലബസും പിന്നെ സ്കൂളിന്റെ പ്രോപ്പർട്ടി ഡോക്യുമെന്റുകളും അതൊക്കെ ഞാൻ അടിച്ചു മാറ്റും. അങ്ങനെ പകൽ സമയത്ത് അടിച്ചു മാറ്റുന്നത് വളരെ ഈസി ആയിരിക്കും. രാത്രി ആകുമ്പോൾ റിസ്ക് വളരെയധികം കൂടുതലായിരിക്കും. അതെ, അതൊക്കെ അടിച്ചു മാറ്റിട്ട് എന്താ ചെയ്യാൻ പോകുന്നേ? അത് നീ കണ്ടോളൂ. ഞാൻ അത് വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ മാജിക് മായാജാലക്കാരൻ. നീ വെറുതെ വിഷമിക്കേണ്ട. നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ഞാൻ ഒരു പ്രത്യേക മാജിക് ചെയ്തിട്ടുണ്ട്. പകൽ സമയത്ത് നിനക്കും ജെന്നി ജോഡിക്കും ഉറക്കം വരികയില്ല. ഇല്ല, ബാക്കി മുഴുവൻ ആൾക്കാരും എനിക്കെന്തോ ഇപ്പോൾ നമ്മൾ പിക്നിക്കിന് പോകുന്നത് പോലെ തോന്നുന്നില്ല. നോക്ക്, എല്ലാരും ഉറക്കം തൂങ്ങി നിൽക്കുക. അതെ,
രാത്രി മുഴുവനും ഉറങ്ങിയിട്ടേ ഇല്ല. വളരെ ഫ്രഷായി ഫീൽ ചെയ്തു. ദേ ഇപ്പൊ കണ്ടോ, പകൽ സമയത്ത് ഉറക്കം വരുന്നു. ആ, ആ, ആ. ചേടാ, മൈറയും വരനും മുന്നേ തന്നെ പോയല്ലോ. ഒരു കുഴപ്പമില്ല, ഞാൻ ഈ ബസ്സിൽ വന്നോളാം. അല്ല, ഇതെന്താ, ഡ്രൈവർ ഉറങ്ങിപ്പോയോ? രുദ്ര, രുദ്ര, നീ എവിടെയാണ്? അത് പിന്നെ മൈറ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയായിരുന്നു. ഞാൻ ഓൺ ദ വേയിൽ തന്നെയാണ്. ഞാൻ വന്നോണ്ടിരിക്കുവാ. നിന്റെ ബസ് എത്തിയോ? രുദ്ര, നീ ഇപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ വന്നേ പറ്റൂ. ഇതെന്താ ഈ പറ്റുന്നത്? എല്ലാവർക്കും എന്തിനാ ഇങ്ങനെ ഉറക്കം വരുന്നത്? ഗൈസ്, നമുക്ക് എല്ലാവർക്കും വീണ്ടും സ്കൂളിലോട്ട് തന്നെ പോകാം. ഈ യാത്ര ഇവിടെ തന്നെ വെച്ച് അവസാനിപ്പിക്കാം. രുദ്ര, 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 ഈ ചെറുക്കന് എന്റെ എല്ലാ പ്ലാനുകളും തകർത്ത് കളയുകയാണല്ലോ. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ അവനെ തകർത്ത് കളഞ്ഞിരിക്കും. അവനും നല്ല ഉറക്കം വരുമല്ലോ. ഒരുപാട് നേരമൊന്നും അവൻ ഉറങ്ങാതെ പിടിച്ചു നിൽക്കാനാവില്ല. പിന്നെ ഒരു പ്രാവശ്യം അവനെങ്ങാനും ഉറങ്ങിപ്പോയാൽ അതോടെ അവന്റെ കയ്യിൽ നിന്ന് എല്ലാം പോകും. നീ ഇങ്ങനെ ആകാശക്കോട്ട കെട്ടിക്കൊണ്ടിരുന്നാ മതി. എനിക്ക് ഇപ്പൊ തന്നെ മാഡം കാനങ്കോയുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തേ പറ്റൂ. ഞാൻ പോകുന്നു. നീ പൊയ്ക്കോ. ഞാൻ അവിടെ പോയി ഒളിച്ചിരുന്ന് മീറ്റിംഗിൽ എന്താ നടക്കുന്നതെന്നൊന്ന് കാണട്ടെ. അല്ല, നിങ്ങളൊക്കെ പെട്ടെന്ന് എങ്ങനെ ഉറങ്ങിപ്പോയേ? ഡ്രൈവർ, നിങ്ങൾ എങ്ങനെയാ ഉറങ്ങിപ്പോയത്? അതെന്താന്ന് അറിയില്ല മാഡം. ഞാൻ എങ്ങനെയാ ഉറങ്ങിപ്പോയെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. മാഡം കാനുങ്കോ, ഡ്രൈവർ ജിയുടെ ഒരു തെറ്റുമല്ലായിരുന്നത്. ആ ബസ്സിൽ എല്ലാവർക്കും ഉറക്കം വന്നായിരുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ എല്ലാവർക്കും ഉറക്കമുണ്ട്. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അത് നമ്മളെ കൊണ്ട് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതാദ്യം കണ്ടെത്തണം. എല്ലാവർക്കും എന്താ ഇങ്ങനെ ഉറക്കം? ചേടാ, ഇതെന്താ? മിസ്റ്റർ മഗ്നീഷ്യൻ, എന്തെങ്കിലും ചെയ്യേ. മിസ് സെക്യൂരിറ്റി,
മിസ് സെക്യൂരിറ്റിയും ഉറങ്ങിപ്പോയി. പിന്നെ എനിക്കും ഉറക്കം വരുന്നു. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? എല്ലാവർക്കും ഉറക്കം. ഞാൻ മാജിക് മായജാലക്കാരൻ. എന്നെ കണ്ടാൽ പേടിക്കണം. ഞാൻ ഷാക്കാൽ. എന്താ ചെയ്യണമെന്ന് വെച്ചാ പറ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ലൈബ്രറിയിലേക്ക് പോകൂ. ഈ ബിൽഡിംഗിൽ എന്തുമാത്രം പേപ്പർ ബ്ലൂ പ്രിന്റ്സ് ഉണ്ടോ അതെല്ലാം പുറത്തെടുക്ക്. ബിൽഡിംഗിന്റെ ഡോക്യുമെന്റ്സ് കണ്ടെത്ത്. അപ്പോഴേക്ക് ഞാൻ ഓഫീസിലേക്ക് പോകാം. ഇല്ല ഇല്ല, എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. മൈറ, വരുൺ, വേഗം അതിന്റെ കൂടെ. എന്തോ സംഭവിക്കുന്നുണ്ട്. വരൂ പോകാം. എല്ലാരും എന്താ ഉറങ്ങിപ്പോയത്? അതെനിക്കറിയത്തില്ല. പക്ഷെ ഇതിന്റെ കണക്ഷൻ രാത്രി വരുന്ന മിന്നാമിനും കാരണമാണെന്ന് തോന്നുന്നു. അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതിന് പിന്നിൽ ആരുടെയോ കൈകളുണ്ട്. വരൂ, MBTV നോക്കാം. അവിടെ നോക്ക്, എവിടെയെങ്കിലും MBTV പോലും കാണുന്നില്ലല്ലോ. അവരെ എങ്ങനെയെങ്കിലും നമ്മൾ കണ്ടുപിടിക്കണം. എന്റെ അടി അവരെ എങ്ങനെയെങ്കിലും പണിഷ് ചെയ്യും. Sebaiska, go and slapo! അയ്യോ, ആരാണ് തല്ലുന്നേ? ആരാണ്? അയ്യോ, എന്നെ തല്ലല്ലേ. അവര് കോറിഡോറിൽ തന്നെയുണ്ട്. അവിടുന്ന് ശബ്ദം വരുന്നത്. വരൂ. അയ്യോ, അയ്യോ അമ്മമ്മേ. പക്ഷെ ഇവിടെ ഒരുപാട് കോറിഡോർ ഉണ്ടല്ലോ. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ഏത് കോറിഡോർ ആണെന്ന്? ദിൽക്ക്, മൈറ, നീ മാജിക് ചെയ്യ്. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞിട്ട് അവരെ ഒരു വഴിയാക്ക്. പിന്നെ വരുൺ അവരെവിടെയാണെന്ന് തേടി കണ്ടുപിടിക്കും. പക്ഷെ എനിക്ക് എങ്ങനെ ഇവിടുന്ന് കാണാൻ പറ്റും? ബുദ്ധി ഉപയോഗിക്കൂ വരുൺ. അന്തർ മന്തർ കാളി കലന്തർ ചൂ. വേണ്ട വേണ്ട, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അവരാരെന്ന് എനിക്ക് അറിയില്ല. മൈര, എന്നെ ഒന്ന് തടഞ്ഞു നിർത്ത്. എന്നൊന്ന് തടഞ്ഞു നിർത്ത്. ആരോ നിലവിളിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഷാക്കാലിനൊപ്പം നമ്മളെയും ആരെങ്കിലും കണ്ടാൽ നമ്മൾ പിന്നെ കുടുങ്ങിപ്പോവും. ജെനി, ജോഡി, നിങ്ങൾ വേറെ വഴിക്ക് പോകൂ. രുദ്ര, ഒന്ന് വേഗം വാ. എനിക്ക് ശരിക്കും അവന്റെ മുഖം കാണാൻ പറ്റിയില്ല. ഞാൻ ശരിക്കും ഉറങ്ങിപ്പോയി. നോക്ക്,
വീണ്ടും മിന്നാമിനിങ് തെളിഞ്ഞിട്ടുണ്ട്. ഈ മിന്നാമിനിങ്ങുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഇതിനുണ്ട്. വീണ്ടും മിന്നാമിനിങ്ങൾ വന്നിട്ടുണ്ട്. എന്ത് രസാലേ. വരൂ, നമുക്ക് കളിക്കാം. ഹായ്. എന്ത് രസം. നന്നായിട്ടുണ്ട്. രുദ്ര, ദാ ഇപ്പോൾ കണ്ടോ എത്ര ഫ്രഷ് ആയിട്ടാ ഫീൽ ചെയ്യുന്നേ. പകൽ സമയത്ത് നമ്മൾ എന്താ ഉറങ്ങിപ്പോയത്? അന്നേരം എല്ലാവരും ഉറക്കത്തിലായിരുന്നു. എന്നാൽ ഇപ്പോ കണ്ടോ എല്ലാവരും വളരെ ഫ്രഷാ. ഇക്കണക്കിന് പോയാലേ നമ്മൾ നൈറ്റ് ക്ലാസ് നടത്തേണ്ടി വരും. എന്നിട്ട് പകൽ സമയത്ത് റെസ്റ്റ് എടുക്കാം. അല്ല മാഡം, എല്ലാവർക്കും ഉറക്കം വരുന്നതല്ല, വരുത്തുന്നതാണ്. എന്നെ കൊണ്ട് അവന്റെ മുഖം കാണാൻ പറ്റിയില്ല. അവനുമായിട്ട് ഞാൻ ഏറ്റുമുട്ടി. പക്ഷെ ഞാൻ കണ്ടുപിടിക്കും. നിങ്ങൾ വിഷമിക്കാതിരിക്കേ. മാഡം, ഈ മിന്നാമിനിക്കുകൾ പ്രകാശത്തിനെയാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങളിത് കണ്ടില്ലേ? അതാരായിരുന്നു? ഷാക്കൽ, നീയോ? എനിക്കറിയാമായിരുന്നു ഇതിനൊക്കെ പുറകിൽ നീ ആയിരിക്കുമെന്ന്. വേറെ ആരുമല്ല. പക്ഷെ ഇതൊക്കെ എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? ഷാക്കാൽ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഷാക്കാൽ, ഇതൊക്കെ നീ പറഞ്ഞേ പറ്റത്തുള്ളൂ. നീ ഓഫീസിലോട്ട് എന്തിനാ പോയത്? ലൈബ്രറി നീ എന്താ തേടിക്കൊണ്ടിരുന്നേ? എന്തോ ഉണ്ട്, അതിന്റെ ആവശ്യം നിനക്കിപ്പോ ഉണ്ട്. ഞാൻ ഡാർക്ക് മാജിക് സ്കൂൾ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു. നിങ്ങളൊക്കെ വളരെ ചെറുതായിട്ടാണ് ആലോചിക്കുന്നത്. ഞാൻ പക്ഷെ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഞാൻ ഒരു ഡാർക്ക് മാജിക് സ്കൂൾ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ ഈവിൽ മാജിക് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കും. ഈവിൾ മാജിക്, ഡാർക്ക് മാജിക്, അതിനൊക്കെ അർത്ഥം എന്താണ്? അതെ, നിങ്ങൾക്ക് നല്ല നല്ല മാജിക് മാത്രമല്ലേ പഠിക്കുന്നത്. അതിൽ അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് എന്താ ഉള്ളത്? സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് ഡാർക്ക് മാജിക് വളരെ അത്യാവശ്യമാണ്. ഈവിൽ മാജിക്കിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ഈവിൽ മാജിക് സ്കൂളില് എന്റെ കുട്ടികൾക്ക് വളരെ അപകടം പിടിച്ച മാജിക്കാണ് പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നത്. അതിനും ഞങ്ങളുടെ സ്കൂളിനും എന്താ കണക്ഷൻ? എനിക്ക് നിങ്ങളുടെ സ്കൂളിന്റെ സിലബസ്, സ്കൂളിന്റെ ഡോക്യുമെന്റ്സ്, അതുപോലെ പേപ്പേഴ്സ്, മാജിക് ബുക്സ് എല്ലാം വേണം. എല്ലാം. പിന്നെ നിങ്ങളുടെ കൈവശം ഒന്നും ഉണ്ടാകില്ല. ഒന്നും. ഈ സ്കൂള് പോലും ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് അപഹരിച്ചെടുക്കും. അതിനുശേഷം ഞാൻ ജുഗ്നു ഐലൻഡിൽ നിന്നും ഈ ഐലൻഡ് വരെ ഒരു വലിയ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ട് ഈ രണ്ട് സ്കൂളിനെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കും. കണ്ടോളൂ, എത്ര രസകരമായ കാഴ്ചയാണത്. പക്ഷെ അതിനും മിന്നാമിനിങ്ങിനും എന്താ കണക്ഷൻ? എവിടെയാണോ ഈ മിന്നാമിനികൾ ഇരിക്കുന്നത് അവിടെ ജനങ്ങൾ പകൽ സമയത്ത് കിടന്ന് ഉറങ്ങും. കാരണം മിന്നാമിനിങ്ങൾ പകൽ സമയത്താണ് ഉറങ്ങാറുള്ളത്. ആ സമയത്ത് അവരുടെ ശ്വാസത്തിൽ നിന്നും ഒരു പ്രത്യേക തരം ഗ്യാസ് പുറപ്പെടുവിക്കും. അതെല്ലാവരെയും ഉറക്കിക്കളയുന്നതാണ്. അങ്ങനെ എല്ലാവരും പകൽ സമയത്ത് ഉറങ്ങുമ്പോൾ ഞാൻ വിചാരിച്ച പോലെ ഇവിടുത്തെ പേപ്പേഴ്സ് അടിച്ചു മാറ്റാൻ വളരെ എളുപ്പമാണ്. പകൽ സമയത്ത് എന്നെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. രാത്രിയിൽ എല്ലാവരും ഉറങ്ങാതെ ഇരിക്കുന്ന സമയവുമാണ്. ഞാൻ എന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടേ ഉള്ളൂ. ബാക്കി കാര്യം നിങ്ങൾക്ക് ആർക്കും വരെ തടഞ്ഞു നിർത്താനാവില്ല. രുദ്രാന്റെ പ്രായത്തിനെയും രുദ്രാന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഓക്കെ,
ഓക്കെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഗുഡ് സ്കൂൾ നടത്തിക്കോളൂ. ഞാൻ എന്റെ ഈവിൽ സ്കൂൾ നടത്തിക്കോളാം. പിന്നെ ബ്രിഡ്ജ് പോലും ഞാൻ എന്റെ സ്വന്തം ചെലവിൽ തന്നെ ചെയ്തോളാം. നിങ്ങൾ എപ്പോ വിചാരിച്ചാലും നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാം. ഇല്ല ഇല്ല ഷാക്കാൽ, ഈവിൾ മാജിക് സ്കൂൾ ഉണ്ടാക്കാൻ ഞാൻ നിന്നെ ഒരിക്കലും സഹായിക്കില്ല. ഇപ്പോൾ തന്നെ നീ സാർ മജസ്റ്റിക്കോയുടെ അടുത്തേക്ക് ചെന്നേ പറ്റൂ. എന്തു പറയുന്നു രുദ്ര? അതെ, അത് ചെയ്തേ പറ്റൂ. നീ ചെയ്ത തെറ്റുണ്ടല്ലോ, അതിനുള്ള ശിക്ഷയെല്ലാം നിനക്ക് കിട്ടിയേ പറ്റൂ. ഇല്ല. അതായത് ഞാൻ സ്വയം തന്നെ അങ്ങോട്ട് പൊയ്ക്കോളാം. നിങ്ങളാരും വെറുതെ കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ലെന്നേ. വരൂ എന്നെ മിന്നാമിനിങ്ങളെ. വരൂ പെട്ടെന്ന് നല്ല കുട്ടികളെ പോലെ ഇങ്ങോട്ട് വന്നേ. കൂട്ടുകാരെ, ആക്ച്വലി ഷാക്കാലാണ് നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്തത്. ഇനിയിപ്പോ നിങ്ങളെ അവൻ ശല്യപ്പെടുത്തത്തില്ല. രുദ്ര, ഇതിനൊക്കെ എന്തിനാ എന്റെ പുറകെ പറഞ്ഞു വിട്ടത്? താങ്ക് യു രുദ്ര. നീ മൊത്തം സ്കൂളിനെ മാത്രമല്ല രക്ഷിച്ചത്, ഒരു ഈവിൾ സ്കൂൾ ഉണ്ടാകുന്നത് കൂടെ നീ തടഞ്ഞിരിക്കുകയാണ്. താങ്ക് യു. അത് നീ കണ്ടായിരുന്നോ? ശബ്ദമുണ്ടാക്കാതിരിക്കൂ. ഇത് മീൻ ചന്തയല്ല, ഇത് സ്കൂളാണ്. ഇവിടെ അച്ചടക്കം വേണം. നിങ്ങളോടല്ലേ പറഞ്ഞത്? സൈലൻസ്. ലൈനായി നിൽക്കൂ. ക്ലാസ്സിലേക്ക് പോകൂ. വരിയായി പോകൂ. എന്തൊരു കുട്ടികളായത്. മിസ് സെക്യൂരിറ്റി, നിങ്ങൾ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തുമാത്രം പ്രയാസപ്പെടുന്നു. പക്ഷേ ഈ കുട്ടികളുണ്ടല്ലോ, നിങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല. എനിക്കത് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമുണ്ട്. എനിക്ക് വന്ന ദേഷ്യത്തിന് ഞാൻ കുട്ടികളെ ഒരു പരുവമാക്കിയേനെ. ഞാൻ എത്ര വട്ടം പറഞ്ഞതാ കുട്ടികളുടെ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയ റൂൾസ് ഉണ്ടാക്കണമെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, മാഡം കാനുക്കു ഇതൊന്നും കാര്യമാക്കാറേയില്ല. അവര് പറയുന്നത് കുട്ടികളിൽ ഇതിൽ കൂടുതൽ ഡിസിപ്ലിൻ കൊണ്ടുവരുന്നത് ഇംപോസിബിൾ ആണെന്നാ. മിസ് സെക്യൂരിറ്റി, കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ടേക്ക് ഓവർ ചെയ്തോളൂ. എന്നിട്ട് മാഡം കാനുകോയ്ക്ക് അതൊന്ന് കാണിച്ചു കൊടുക്ക്. കുട്ടികളിൽ ഡിസിപ്ലിൻ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന കാണിച്ചു കൊടുക്ക്. ഇതാ ഈ ചോക്ലേറ്റ് കഴിക്ക്. എന്നിട്ട് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്ത് കാണിക്ക്. അതെ, നീ പറഞ്ഞത് ശരിയാ. പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാനാ? എന്താ ചെയ്യാൻ പറ്റാത്തത്? നിങ്ങൾ വിചാരിച്ചാൽ എന്തും ചെയ്യാൻ സാധിക്കും. മിസ് സെക്യൂരിറ്റി, അതെ അതെ, എന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും. ഞാൻ മാഡം കാനുകോക്ക് കാണിച്ചു കൊടുക്കാം ഈ സ്കൂളിൽ എങ്ങനെയാണ് ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ടതെന്ന്. ഐ വിൽ ഷോ ഹർ. എല്ലാവർക്കും ഒരു ഡിക്റ്റേഷൻ ഇട്ടാൽ ശരിയാകും. എന്തുപറ്റി? ഇതെന്താ പുതിയ പ്ലാനാണോ? ഞങ്ങളോട് പറയേ. ജെനി, ഞാനൊരു ചോക്ലേറ്റ് മിസ് സെക്യൂരിറ്റിക്ക് കഴിക്കാൻ കൊടുത്തില്ലേ, അതിൽ അത്തരം ഒരു മാജിക് പവർ ഉണ്ട്. അവരുടെ ബ്രെയിൻ ഇപ്പോ വല്ലാതെ ടെൻഷൻ പിടിച്ചിരിക്കുക. അവർ ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് അവർ ഇപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇനിയാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. കുട്ടികളെ, നമ്മുടെ സ്കൂൾ ഡിസിപ്ലിന്റെ പേര് കേട്ടതാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഡിസിപ്ലിന്റെ കാര്യത്തിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുത്. നിങ്ങൾ വളരെ ഡിസിപ്ലിൻഡ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഹലോ കിഡ്സ്. മിസ് സെക്യൂരിറ്റി, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ഇന്നു മുതൽ നിങ്ങൾ സ്കൂളിൽ ടോട്ടൽ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നത് വരെ
ഇനി ഈ സ്കൂളിന്റെ ഇൻചാർജ് ഞാനാണ്. ഞാൻ പറയുന്നത് പോലെ വേണം നിങ്ങൾ എല്ലാവരും പ്രവർത്തിക്കാൻ. മിസ് സെക്യൂരിറ്റി, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? നോക്കൂ മിസ്സസ് കാനുങ്കോ, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ കേട്ടതെല്ലാം സത്യമാണ്. നിങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഒന്നും പ്രാക്ടിക്കൽ ആയിട്ട് വർക്ക്ഔട്ട് ആകുന്നില്ല. സ്കൂളിൽ ഒരു ഡിസിപ്ലിനും ഇല്ലാതിരിക്കുക. ഇനി ഞാൻ കാണിച്ചു തരാം സ്കൂളിൽ ഡിസിപ്ലിൻ എങ്ങനെയാ കൊണ്ടുവരേണ്ടതെന്ന്. അതുവരെ ഞാൻ നിങ്ങളെ ഡിറ്റക്ഷൻ ക്യാമ്പിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഈ മിസ് സെക്യൂരിറ്റിക്ക് ഇത് എന്ത് പറ്റി? കൂട്ടിക്കൊണ്ടു പോകൂ. അല്ല, ഇത് എന്താ ഈ ചെയ്യുന്നേ? വിട്, എന്നെ വിട്. എന്താ ചെയ്യുന്നേ? വിട്. മാഡം കാലുങ്കോ, എന്തെങ്കിലും ചെയ്യ്. അവിടെ നിൽക്ക്. മാഡം കാനുങ്കോയെ വെറുതെ വിട്. മിസ് സെക്യൂരിറ്റി, നിങ്ങൾ ചെയ്യുന്ന കാര്യമൊന്നും ശരിയല്ല. ഇങ്ങനെ ചെയ്യാൻ ഞാൻ അനുവദിക്കത്തില്ല. മാഡം കാനുങ്കോയെ നിങ്ങൾ വെറുതെ വിട്. എന്നെ ആർക്കും തടഞ്ഞു നിർത്താനാവില്ല. നിനക്കും അതിന് കഴിയില്ല. ഞാൻ ഇന്നു മുതൽ ഈ സ്കൂളിന്റെ ന്യൂ ഫ്ലൈയിങ് സോൺ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇന്നു മുതൽ ആരെങ്കിലും പറന്നാൽ പിന്നെ അവരുടെ അവസ്ഥ വളരെ മോശമായിരിക്കും. ഞാൻ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഡിസിപ്ലിൻ, ഡിസിപ്ലിൻ ആൻഡ് ഡിസിപ്ലിൻ. ഇനി ഞാൻ പറയുന്നത് മാത്രമേ ഇവിടെ നടക്കൂ. ചെല്ലു, എല്ലാരും അകത്തേക്ക് ചെല്ലു. രുദ്ര, ഇപ്പോൾ അകത്തേക്ക് പോകാം. എന്താ ചെയ്യേണ്ടതെന്ന് പിന്നെ ആലോചിക്കാം. വരിയായി പോകൂ, വരിയായി പോകൂ. ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്. ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്. വരിയായി പോകൂ, വരിയായി പോകൂ. എന്നാ പിന്നെ കുട്ടികളെ, ചാപ്റ്റർ നമ്പർ 9 നോക്കൂ. ഇവിടെ ആരും ബഹളമുണ്ടാക്കുന്നില്ലല്ലോ? ഇല്ല 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 മിസ് സെക്യൂരിറ്റി, ഇവിടെ ആരും ഒരു ബഹളവും ഉണ്ടാക്കാറില്ല. വെരി ഗുഡ്. ഒരു കാര്യം ഓർമ്മ വേണം, ഡിസിപ്ലിൻ, ഡിസിപ്ലിൻ ആൻഡ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ. ആ സ്പൂൺ ഇങ്ങോട്ട് തരൂ. ആരാ ഇവിടെ ബഹളമുണ്ടാക്കിയത്? ആരാ? ആരാ അത്? സോറി, സോറി മിസ് സെക്യൂരിറ്റി. ഡിസിപ്ലിൻ, 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 ഡിസിപ്ലിൻ. എന്റെ കളി ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ. ഈ സ്കൂൾ മുഴുവൻ കലക്കി മറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മിസ് കാനുങ്കോയുടെയും മിസ് സെക്യൂരിറ്റിയുടെയും ജോലി കൈവിട്ടു പോകും. അതിനുശേഷം ഇവിടെ ചിലരുമായി ചർച്ച ചെയ്ത് പിന്നീട് ഞാൻ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആയിത്തീരും. വാ മമ്മി, എങ്കിൽ പിന്നെ നല്ല രസമായിരിക്കും. രുദ്രയെ ഓരോ എക്സാമിലും ഫെയിൽ ആക്കിയാ മതി, പിന്നെ ഞങ്ങളെ ഫസ്റ്റ് ആക്കിയേക്ക്. നമ്മളിങ്ങനെ കയ്യും കെട്ടി വെറുതെ വായി നോക്കി ഇരിക്കാൻ പറ്റില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് മാഡം കാനുങ്കോയെ തെരഞ്ഞു കണ്ടെത്തിയേ പറ്റൂ. ഐഡിയ. നമുക്ക് പോയി നോക്കാം മിസ് സെക്യൂരിറ്റിയുടെ നോ ഫ്ലൈ സോൺ രാത്രിയിലും ജോലി ചെയ്യുന്നുണ്ടോ എന്ന്. വരൂ. പക്ഷെ എല്ലാത്തിനും തയ്യാറായിട്ട് വരണം.
കാരണം ഷോർക്ക് അടിക്കാൻ ചാൻസസ് ഉണ്ട്. ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ, ഇന്നു മുതൽ ഈ സ്കൂള് നോൺ ഫ്ലൈയിങ് സോണായി മാറിയിരിക്കുകയാണെന്ന്. ആർക്കും തന്നെ ഇവിടെ പറക്കാൻ പറ്റില്ല. അഥവാ പറന്നാൽ പിന്നെ അവൻ നിരന്തരമായി പറന്നു പോകും. നിങ്ങളൊക്കെ എന്നെ കുറിച്ച് എന്താ കരുതിയത്? നിങ്ങൾക്ക് മാഡം കാനുകയെ രക്ഷിക്കാൻ പറ്റുമെന്ന് കരുതിയോ? ഒരു പ്രാവശ്യം ഈ സ്കൂളിൽ ഡിസിപ്ലിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരെ സ്വയം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് കാണിക്കും. മനസ്സിലായോ? മാഡം കാനുകോയെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിലേ അതിനെ ഞാൻ അനുവദിച്ചിട്ട് വേണ്ടേ? തിരിച്ചു പോകൂ. മിസ് സെക്യൂരിറ്റി, നിങ്ങളുടെ ഡിസിപ്ലിൻ ഒന്നുമല്ല. ഇത് ജയിലിന്റെ ഡിസിപ്ലിൻ ആണ്. പക്ഷെ ഞങ്ങള് കുട്ടികളല്ലേ. കുട്ടികൾ എപ്പോഴും കുസൃതി ചെയ്യത്തില്ലേ? ലൈഫ് കുറച്ചെങ്കിലും ഒന്ന് എൻജോയ് ചെയ്തുകൂടെ? ലൈഫ് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്കൊരു ജീവിതം തന്നെ ബാക്കിയുണ്ട്. പക്ഷെ ഇവിടെ കുട്ടികൾ വരുന്നത് പഠിക്കാനാണ്, കുസൃതികൾ കാണിക്കാനല്ല. ചെല്ലേ, ചെന്നെല്ലാരും പഠിക്ക്. പറഞ്ഞത് കേട്ടില്ലേ? അകത്തേക്ക് ചെല്ലേ. നമുക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ മിസ് സെക്യൂരിറ്റി എങ്ങനെയാ പറക്കുന്നത്? അവരല്ലേ പറഞ്ഞത് ആരെ കൊണ്ടും പറക്കാൻ കഴിയില്ലെന്ന്? ഒരുപക്ഷെ അവർക്ക് ചിറകുള്ളത് കൊണ്ടായിരിക്കും പറക്കുന്നത്. അതുകൊണ്ട് അവര് മനുഷ്യജന്മമല്ലല്ലോ. യെസ്, യു ആർ റൈറ്റ് മൈറ. ഇതിനർത്ഥം പക്ഷികൾക്ക് പറക്കാമെന്നാണ്. അതുകൊണ്ടാണ് ഈഗിൾ മാനും പറക്കുന്നത്. അവരും ബേർഡ്സിനെ പോലെ തന്നെയല്ലേ? അവനും വിങ്സ് ഉണ്ടല്ലോ. മിസ്റ്റർ മഗ്നീഷ്യൻ, ഞങ്ങൾക്ക് നിങ്ങൾ വിങ്സ് തരാമോ? പിന്നെ ഇപ്പൊ തന്നെ തരാം. താങ്ക് യു മിസ്റ്റർ മഗ്നീഷ്യൻ. ഞാനിപ്പോ വരാം. ആദ്യം പറ, മാഡം കടുങ്ങോയെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? അത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങള് വിട്ടേക്ക്. ആദ്യം പറയേ, മാഡം കടുങ്ങോയെ എവിടെയാ വെച്ചിരിക്കുന്നത്? ഇതൊന്ന് മതിയാക്ക്, ഞാൻ പറയാം. പറയേ, മാഡം കാനുങ്കോയെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? അതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. താങ്ക് യു. രുദ്ര, എന്തെങ്കിലും പിടികിട്ടിയോ? വരൂ എന്റെ കൂടെ. ഓഹോ, ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? മാഡം കാനൻഗോ, മാഡം കാനൻഗോ.
മാഡം കാനുങ്കോ മാഡം കാനുങ്കോ മാഡം കാനുങ്കോ മാഡം കാനുങ്കോ. നമ്മുടെ ശബ്ദം മാത്രമാണ് ഏക്കോ അടിച്ച് തിരിച്ചിങ്ങോട്ട് വരുന്നത്. മാഡം കാനുങ്കോ! രുദ്ര ഇതിന് ശബ്ദം 4 വശത്തുനിന്നും വരുന്നുണ്ടല്ലോ. ഇപ്പൊ എന്താ ചെയ്യുന്നേ? വരുൺ, നീ ഒരു കാര്യം ചെയ്യേ. നീ അവിടെ കാണുന്ന ഗുഹയ്ക്കകത്ത് പോയി ഒച്ച ഉണ്ടാക്ക്. ഞങ്ങൾക്കറിയാം നീ അവിടെ തന്നെ ഉണ്ടെന്ന്. പിന്നെ നമുക്ക് നോക്കാം ഈ എക്കോയുടെ ശബ്ദം എവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ട് എവിടെയാ നിൽക്കാൻ പോകുന്നതെന്ന്. മാഡം കാനുങ്കോ മാഡം കാനുങ്കോ മാഡം കാനുങ്കോ മാഡം കാനുങ്കോ മാഡം കാനുങ്കോ മാഡം കാനുങ്കോ മാഡം കാനുങ്കോ. ഈ എക്കോ എവിടെ ചെന്നാണോ അവസാനിക്കുന്നത് അവിടെ തന്നെയായിരിക്കും മാഡം കാനുങ്കോ. മാഡം കാനുങ്കോ, ഒച്ചയുണ്ടാക്ക്, ഒച്ചയുണ്ടാക്ക്, ഒച്ചയുണ്ടാക്ക്. രുദ്ര 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 മാഡം കാനുങ്കോ, ശബ്ദമുണ്ടാക്ക്. രുദ്ര മാഡം നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ? വേണ്ട, നിൽക്ക്. മാഡം കാനുങ്കോ, നിങ്ങളൊരു കുറ്റവാളിയെ പോലെ ഇതിനകത്ത് വെച്ചിരിക്കുവാണല്ലോ. പിന്നെ ഇവിടെ മാജിക്കും വർക്കാവുന്നില്ലല്ലോ. തടവുകാരനെ പോലെയല്ല, ഗസ്റ്റിനെ പോലെയാണ് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ഞാൻ റിലാക്സ് ആയിരിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. പക്ഷെ മിസ് സെക്യൂരിറ്റിക്ക് എന്താ പറ്റിയത്? അവരെന്തുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നേ? അതാ നമുക്കറിയേണ്ടത്. ഡോണ്ട് വറി മാഡം, ഞങ്ങൾ തിരിച്ചു വരും. ശ്രദ്ധിക്കണേ കുട്ടികളെ. വെരി ഗുഡ് രുദ്ര. നീയൊന്നും പറഞ്ഞാൽ കേൾക്കില്ല അല്ലേ? മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുന്നത് നിനക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലേ? ഞാൻ ഈ സ്കൂളിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താ അത്ര വലിയ തെറ്റാണോ? ഞാൻ പറയുന്ന കാര്യം നിനക്ക് മാത്രം എന്താ മനസ്സിലാകാത്തത്? ഞാൻ മാഡം കാനുകോയ്ക്ക് കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു സ്കൂളിൽ ഡിസിപ്ലിൻ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്ന്. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഡിസിപ്ലിൻ ജയിലിലെ ഡിസിപ്ലിൻ പോലെയാണ്, ഹോസ്പിറ്റലിലെ ഡിസിപ്ലിൻ പോലെയാണ്. കുട്ടികള് തടവുകാരുമല്ല, പേഷ്യൻസുമല്ല. കുട്ടികള് കുട്ടികളാണ്. കുട്ടികൾക്ക് എങ്ങനെയാണ് പഠിത്തം മുഖ്യമായത്, ഡിസിപ്ലിൻ മുഖ്യമായത്, അതുപോലെ തന്നെ കുസൃതികളും മുഖ്യമാണ്. എന്നാ ഞാൻ നിന്നെ ആദ്യം ഡിസിപ്ലിൻ പഠിപ്പിച്ചേക്കാം.
രുദ്ര രുദ്ര എഴുന്നേക്ക് എഴുന്നേക്ക് രുദ്ര എഴുന്നേക്ക് ഇനി ഞാൻ സെക്യൂരിറ്റിയെ നോർമൽ ആക്കിയേ പറ്റൂ. അല്ലെങ്കിൽ ദേഷ്യത്തിൽ ഇപ്പോൾ അവരെന്തെങ്കിലും ചെയ്താ പിന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എല്ലാം കൈവിട്ടു പോകും. രുദ്ര ഐ ആം വെരി സോറി രുദ്ര. ഞാൻ കാണിച്ചതൊന്നും എനിക്കറിയില്ല. ഇറ്റ്സ് ഓക്കെ മിസ് സെക്യൂരിറ്റി. എനിക്കറിയാം ഇതിന് പിറകില് തീർച്ചയായിട്ടും ആരും ഉണ്ടെന്ന്, ഇവൻച്വലി ഉണ്ടെന്ന്. ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. പക്ഷെ അതിനു മുന്നേ നമ്മൾ മാഡം കാനുങ്കോയെ കണ്ടുപിടിക്കണം. ഞാനിപ്പോ വരാം. സോറി മാഡം കാനുങ്കോ. ഞാൻ സ്കൂളിൽ ഡിസിപ്ലിൻ കൊണ്ടുവന്നിട്ട് നിങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഐ ആം സോറി. നിങ്ങൾ ചെയ്യാൻ വിചാരിച്ചത് അത് ശരിയാണ്, പക്ഷെ ചെയ്ത രീതി തെറ്റായിരുന്നു. ആദ്യമായി നിങ്ങൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാനുങ്കോ. പക്ഷേ എനിക്കൊരു കാര്യം മാത്രം മനസ്സിലാകുന്നില്ല. ഞാൻ അത്തരമൊരു ഡേഞ്ചറസ് സ്റ്റെപ്പ് എങ്ങനെയാ എടുത്തത്? ഇപ്പൊ അതിനെ കുറിച്ച് ഓർത്തിട്ട് ഒരു പ്രയോജനവുമില്ല. എന്തൊക്കെ സംഭവിച്ചു അതെല്ലാം മറന്നുപോയേക്ക്. ആദ്യം മുതൽ നമുക്ക് തുടങ്ങിയേക്കാം. കുട്ടികൾ ബഹളമുണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മളാണോ ബഹളമുണ്ടാക്കാൻ പോകുന്നത്? Watch India's largest kids library only on Jio Hotstar. Download the app now.